ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇത്രയും പേർക്ക് ഇന്ന് ഒരിക്കൽ കൂടെ തിരുവചന പഠനത്തിനായിട്ട് ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് 26 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം, വേദഭാഗം. Faith that works makes a difference. പ്രവർത്തിക്കുന്ന വിശ്വാസം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തിയ ഒരു കാര്യമുണ്ട്. ഈ 2-ാം അധ്യായത്തെ 2 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് തിരിക്കുവാൻ കഴിയുന്നത്. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും. അത് നമ്മൾ 1-ാം അധ്യായത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ അത് കണ്ടത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയപ്പോൾ തന്നെ അധ്യായങ്ങളായിട്ട് വാക്യങ്ങളായിട്ട് തിരിച്ചു എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ബൈബിൾ എഴുതപ്പെട്ട സമയത്ത് ഒരിക്കലും അധ്യായം തിരിച്ചിട്ടില്ല, വാക്യങ്ങളും തിരിച്ചിട്ടില്ല. പിന്നീട് വേദപണ്ഡിതന്മാര് സൗകര്യത്തിന് വേണ്ടി അത് തിരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ, ആ 1-ാം അധ്യായത്തിന്റെ 26, 27 വാക്യങ്ങളുടെ ഒരു എക്സ്പാൻഷൻ ആണ് ഈ 2-ാം അധ്യായവും 3-ാം അധ്യായത്തിന്റെ പല വാക്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഭക്തി വ്യർത്ഥമത്രേ. 27-ാം വാക്യത്തിൽ പറയുന്നു, ശുദ്ധവും നിർമ്മലവുമായ ഉള്ള ഭക്തിയോ. അപ്പോൾ 2 തരത്തിൽപ്പെട്ട ഭക്തി ഏതൊക്കെയാണ്? ഒന്ന്, വ്യർത്ഥമായിരിക്കുന്ന ഒരു ഭക്തിയുണ്ട്. 2, ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്തിയുണ്ട്. അപ്പോൾ ഈ വ്യർത്ഥമായ ഭക്തിയുടെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഏതാ? മുഖപക്ഷം കാണിക്കുന്നത്. ഒരു പള്ളിയിൽ പണമുള്ളവർ വരുന്നു, ദരിദ്രന്മാര് വരുന്നു. ഈ 2 കൂട്ടരോട് മുഖപക്ഷം കാണിക്കുന്ന ആളുകൾ, അവരുടെ ഭക്തിയെക്കുറിച്ച് യാക്കോബ് പറയുകയാണ്, അതൊരു വ്യർത്ഥമായിരിക്കുന്ന ഭക്തിയാണ്. 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വിഷയം, പ്രോബ്ലം ഓഫ് ഫെയ്ത്ത് വിതൗട്ട് വർക്ക്സ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. ഇതൊരു വലിയ പ്രശ്നമായിട്ടാണ് യാക്കോബ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യാക്കോബ് ഇവിടെ ഈ 2-ാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഇതുവരെ പറഞ്ഞു വന്നതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്, ഒന്നുകൂടെ എൻലാർജ് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥമായ വിശ്വാസത്തിന്റെ അർത്ഥവും യഥാർത്ഥമായ വിശ്വാസത്തിന്റെ സ്വഭാവവും വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ഉദാഹരണത്തിലൂടെ ഈ വിഷയത്തെ എക്സ്പാൻഡ് ചെയ്യുകയാണ്, എൻലാർജ് ചെയ്യുകയാണ്. എന്താണ് ഇവിടെ യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം? ഇവിടെ യാക്കോബ് തന്റെ വായനക്കാരെ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ഒരു ജീവനുള്ള വിശ്വാസമാണോ? നിങ്ങളുടെ വിശ്വാസത്തിന് ജീവനുണ്ടോ? അതാണ് ഇവിടെ യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യം. വിശ്വാസത്തിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആക്റ്റീവ് ആണോ എന്നാണ് ചോദ്യം. ആ വിശ്വാസം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഞാൻ അതേക്കുറിച്ച് പിന്നീട് പറയാം. ആ ചോദ്യത്തിന്റെ പ്രസക്തി അതാണ്. നമ്മുടെ വിശ്വാസം, പണ്ട് ഞാൻ വിശ്വസിച്ചായിരുന്നു, വിശ്വാസിയാണ്, പണ്ട് അല്ലേ രക്ഷിക്കപ്പെട്ടതെന്ന് 1991 രക്ഷിക്കപ്പെട്ടു, 45 കൊല്ലമായി, 19 കൊല്ലമായി എന്നൊക്കെ പറയുന്ന ഒരു പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കുണ്ട്. പക്ഷെ അതല്ല ഇവിടെ യാക്കോബ് ചോദിക്കുന്നത്. യാക്കോബ് ഇവിടെ ചോദിക്കുന്നത് ആ വിശ്വാസം ഇന്നും ആക്റ്റീവ് ആണോ എന്നുള്ളൊരു ചോദ്യമാണ് യാക്കോബ് ഇവിടെ ചോദിക്കാനായിട്ടിടയാകുന്നത്. ജെനുവിൻ ഫെയ്ത്ത് ഈസ് നോട്ട് മിയർലി ഇന്റലക്ച്വൽ എഗ്രിമെന്റ് വിത്ത് ദ ട്രൂത്ത്. സത്യത്തോടുള്ള ഒരു ഇന്റലക്ച്വൽ എഗ്രിമെന്റ്. ശരിയാ കേട്ടോ, നിങ്ങൾ പറയുന്നത് ശരിയാ എന്ന് പറയുന്ന ഒരു മാനസികമായിട്ടൊരു എഗ്രിമെന്റ് ചെയ്യുമല്ലോ അല്ലെ. നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതൊരു എഗ്രിമെന്റ് ആണ്. പണ്ട് ഒരിക്കൽ ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ സഭയുടെ ഉപദേശം എന്താ? പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്ററുടെ ഉപദേശമാണ് ഞങ്ങളുടെ സഭയുടെ ഉപദേശം. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്ററുടെ ഉപദേശം എന്താ?
അത് ഞങ്ങളുടെ സഭയുടെ ഉപദേശം തന്നെയാണ് ഞങ്ങളുടെ പാസ്റ്ററുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും മറുത്തു പറയാനില്ല, എല്ലാം സമ്മതിച്ചു കൊടുക്കും എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതൊരു ഇന്റലക്ച്വൽ എഗ്രിമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പക്ഷെ അതല്ല ഇവിടെ പറയുന്നതായിരിക്കുന്ന യഥാർത്ഥമായ വിശ്വാസം. നോട്ട് മിയർലി ഇന്റലക്ച്വൽ എഗ്രിമെന്റ്. എന്താണ് ലിവിങ് ഫെയ്ത്ത്? ജീവനുള്ള ഒരു വിശ്വാസം. അത് നമ്മിൽ വരുത്തുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ജീവനുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത, അത് നമ്മിൽ പ്രവർത്തിക്കും, അത് നമ്മിൽ രൂപാന്തരം വരുത്തും, അത് നമ്മെ മാറ്റും. ഈ ഒരു കാര്യമാണ് യാക്കോബ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് ഉദാഹരണങ്ങളിലൂടെ. യാക്കോബിന്റെ ഒരു പ്രത്യേകതയാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഒരു വരി എഴുതിയാൽ അത് വിശദീകരിക്കാൻ 2 വരിയിൽ ഒരു ഉദാഹരണം പറയും. അതാണ് യാക്കോബിന്റെ ഒരു സ്റ്റൈല്. അത് വളരെ മനോഹരമായിട്ട് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 1-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ എന്തും കൂടെ ചെയ്യണം എന്നാ പറഞ്ഞത്. അത് ചെയ്യുന്നവരായിട്ടും ഇരിക്കണം. അവിടെ ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. വചനം കേൾക്കുക, ചെയ്യുക, അല്ലേ? അങ്ങനെയുള്ള ചില വാക്കുകൾ അവിടെ കാണാൻ പറ്റും. ചില ആൾക്കാർ വചനം കേൾക്കുക മാത്രം എന്നൊരു പ്രയോഗം അവിടെ പറയുകയാണ്. കേൾക്കുക മാത്രം, ഒത്തിരി കേൾക്കും. ചില വീടുകളിൽ ആകെ വെക്കുന്ന TV ചാനല് പവർ വിഷനും ഹാർവസ്റ്റ് TV മാത്രമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് കേൾക്കുന്നുണ്ട്. ഷാരോൺ TV കാണുന്നവരുണ്ട്, ഗുഡ് ന്യൂസ് TV കാണുന്നവരുണ്ട്, ഇംഗ്ലീഷിലാണെങ്കിൽ ഗോഡ് ചാനൽ കാണുന്നവരുണ്ട്. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്റെ ഒരു കൂട്ടുകാരൻ ഇടയ്ക്ക് പറയുമായിരുന്നു, എപ്പോഴും മീറ്റിങ്ങിന് പോകരുത്. അതെന്താ? ഈ കേട്ടാൽ മാത്രം പോകരുത്, ചെയ്യാനും കൂടെ കുറച്ച് സമയം കണ്ടെത്തണം. കേൾക്കുക മാത്രം ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ. പക്ഷെ യാക്കോബ് കൂടെ കൊണ്ടുവരുന്നത് അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്, അല്ലേ? അങ്ങനെയല്ലേ നമ്മളവിടെ വായിച്ചത്? 22-ാം വാക്യത്തിൽ യാക്കോബ് 1:22 വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. ഒരു ചതിയെ കുറിച്ചാണ് യാക്കോബ് അവിടെ പറയുന്നത്. ഈ വചനം കേട്ടോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ചതിയാണ് എന്നുള്ളത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാനായിട്ടിടയായിരുന്നു. അപ്പോൾ ഇവിടെ യാക്കോബ് പറയാൻ ശ്രമിക്കുന്നത്, ഈ കേൾക്കുന്നു, വചനം പറയുന്നു, പക്ഷെ ചെയ്യാത്ത ഒരു വിശ്വാസം, ആ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യുകയാണ്. 1-ാം അധ്യായത്തിൽ ഈ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ, പരീക്ഷകൾ നമ്മളെ ആരാക്കി മാറ്റും? തികഞ്ഞവരാക്കും, ഒന്നിനും കുറവില്ലാത്തവരാക്കും എന്നൊക്കെ 3-4 വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ആ മച്വർ ബിലീവേഴ്സ്, പക്വതയാർജിച്ച വിശ്വാസികൾ, അവരുടെ ജീവിതത്തിലുള്ള ഒരു പ്രത്യേകത എന്താണ്? അവരുടെ ജീവിതത്തിൽ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് കടന്നു വരും. വിശ്വാസമായിട്ട് തന്നെ ഇരിക്കുകയല്ല, വിശ്വാസം എന്ത് ചെയ്യുന്നു? അത് പ്രവൃത്തിയായിട്ട് മാറുന്നു. അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 1-ാമത്തെ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ? ഈ ലേഖനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞ ഒരു കാരണം, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ അനുസരിച്ചാണ് ബൈബിളിൽ ലേഖനങ്ങൾ ക്രമീകരിച്ചത്. ഏറ്റവും അടിസ്ഥാനപരമായ ലേഖനങ്ങളാണ് റോമാലേഖനവും കൊരിന്ത്യ ലേഖനവും ഒക്കെ. ഒരു തിയോളജിക്കൽ പ്രോഗ്രഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആപ്ലിക്കേഷൻസും ഈ ലേഖനങ്ങളുടെ ക്രമം അനുസരിച്ച് ഇങ്ങനെ മേളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം വരുന്നത് ഒരു ഫൗണ്ടേഷൻ ആയിട്ടല്ല, പിന്നെ എവിടെ ആയിട്ടാണ്? നമ്മുടെ പ്രായോഗിക ജീവിതത്തിന്റെ ഒരു അത്യുംഗ ശൃംഗം എന്നതുപോലെ നിൽക്കുന്ന ഒരു ലേഖനമാണ്. അഥവാ പക്വതയാർന്ന ക്രിസ്തീയ വിശ്വാസികൾക്കുള്ള ഒരു ലേഖനമാണ്. അതുകൊണ്ടാണ് ഇവിടെ കേൾക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരുമാകുക. ഈ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്, അല്ലെ? ചില ആൾക്കാർ, ഞാൻ അതേക്കുറിച്ച് ഈ ലേഖനം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ചില ആൾക്കാർ പറയും പൗലോസും യാക്കോബും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആണ്. എന്താണ്? പൗലോസ് പറയുന്നു വിശ്വാസത്താലാണ് നീതീകരണം, യാക്കോബ് പറയുന്നു പ്രവർത്തികളാലാണ് നീതീകരണം. അങ്ങനെ ഒരു കാര്യം യാക്കോബ് ഇവിടെ പഠിപ്പിക്കുന്നേ ഇല്ല. അതാണ് നമ്മൾ ഇതിനെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. യാക്കോബ് ഇവിടെ
വിശ്വാസത്താലുള്ള നീതീകരണത്തെ തള്ളിക്കളയുകയോ പ്രവൃത്തികളാലുള്ള നീതീകരണത്തെ കൊണ്ടുവരികയോ ചെയ്യുകയല്ല. നേരെ മറിച്ച് എന്താണെന്നറിയാമോ? പ്രവൃത്തികൾ വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്തൊരു കാര്യമാണ്. ട്രൂ ഫെയ്ത്ത് ഇന്നെവിറ്റബിളി പ്രൊഡ്യൂസസ് വർക്ക്സ്. ശരിയായിരിക്കുന്ന വിശ്വാസം എന്ത് ചെയ്യും? ഒരുവന്റെ പ്രവൃത്തിയിൽ പ്രകടമാകും. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യം. എന്താ പറയുന്നത്? നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകും. നാം വീണ്ടും ജനിച്ചത്, നമ്മെ പുതിയ സൃഷ്ടിയാക്കി ദൈവം മാറ്റിയത് എന്തിനു വേണ്ടിയാണ്? പുതിയ സൃഷ്ടിയാക്കിയത് സൽപ്രവർത്തികൾക്കായിട്ടാണ്. അല്ലാതെ സൽപ്രവർത്തികളാൽ പുതിയ സൃഷ്ടിയാകുന്നു എന്നല്ല. അതുകൊണ്ട് യാക്കോബ് ഇവിടെ എതിർക്കുകയല്ല, നേരെ മറിച്ച് പൗലോസിന്റെ ബേസിക് ഡോക്ട്രിൻസിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ആര്? യാക്കോബ് എന്ന് നമ്മൾ ഇവിടെ ഓർത്തിരിക്കുക. ഇങ്ങനെ പറയട്ടെ, Paul emphasizes the root of salvation. James emphasizes the fruit of salvation. പൗലോസ് രക്ഷയുടെ വേരുകളാണ് ചൂണ്ടിക്കാണിച്ചതെങ്കിൽ യാക്കോബ് ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷയുടെ ഫലമാണ്. എങ്ങനെ രക്ഷിക്കപ്പെടുമെന്നാണ് പൗലോസ് പറഞ്ഞതെങ്കിൽ യാക്കോബ് പറയുന്നത് രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളങ്ങളെ കുറിച്ചും ഫലങ്ങളെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ വേദഭാഗം പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലിറ്റററി ടൂൾ ഉണ്ട്. ലിറ്റററി ടൂൾ എന്ന് പറഞ്ഞാൽ ഭാഷാ ശൈലി എന്നോ അല്ലെങ്കിൽ ഒരു ലിറ്റററി ടൂൾ എന്നൊക്കെ നമുക്ക് പറയാം. അതിന് വിളിക്കുന്ന ഒരു പേരാണ് ഡയാട്രൈബ് എന്നാണ് വിളിക്കുന്നത്. അത് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസ് തന്നെ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ചില സ്ഥലത്ത് പൗലോസ് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ട് പൗലോസ് തന്നെ അതിന്റെ ഉത്തരം പറയുന്നുണ്ട്, അല്ലെ? ഇവിടെയും യാക്കോബ് അതേ ടൂൾ ഉപയോഗിക്കുകയാണ്. ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോതെറ്റിക്കൽ ഒബ്ജക്റ്റ്, എതിർക്കുന്ന ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ അവിടെ ഒരാളെ ഒരു ചോദ്യം, ആ ചോദ്യം യാക്കോബ് എഴുതും. എന്നിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ നമ്മളും സംസാരിക്കുമ്പോ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് അതാണോ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ പറയുമല്ല. അപ്പൊ ഞാൻ തന്നെ എന്ത് ചെയ്യാണ്? നിങ്ങളിൽ ഒരാൾ ചോദ്യം ചോദിക്കുന്നത് പോലെ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ഇട്ട് തന്നേച്ച് എന്ത് ചെയ്യുന്നു? ഞാൻ തന്നെ അതിന്റെ ഉത്തരം. ഇതിനെയാണ് ഡയാട്രൈബ് എന്ന് വിളിക്കുന്നത്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം. ഡയാട്രൈബ് എന്ന് പറയുമ്പോൾ രണ്ടുപേര് തമ്മിലാണ്, പക്ഷെ അതിൽ ഒരാൾ ചോദ്യം ചോദിക്കുന്ന ആളായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്. അതാണ് എ ഹൈപ്പോതെറ്റിക്കൽ ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്കിനി വാക്യങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസത്തെ കുറിച്ച് യാക്കോബ് പഠിപ്പിക്കുന്നത്. ആ 3 കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഈ വേദഭാഗം തീരും. എന്തൊക്കെയാണ് ആ 3 കാര്യം? ഒന്ന്, ടെസ്റ്റിംഗ് ദ ക്ലെയിം ഓഫ് ഫെയ്ത്ത്. ഒന്നാമത് ഈ വേദഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, വിശ്വാസിയാണെന്ന് പറയുന്ന ഒരാളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യുകയാണ്? ടെസ്റ്റ് ചെയ്യുകയാണ്. നോക്കിയാട്ടെ 14-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? 2 ചോദ്യങ്ങൾ ഒറ്റ വാക്യത്തിൽ. ഏതൊക്കെയാണ് 2 ചോദ്യങ്ങൾ? ഒന്ന്, ഒരുത്തൻ പറയുകയാണ് തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നു. ആ വാക്കിനൊരു സ്ട്രെസ് ഉണ്ട്, അല്ലെ? വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും അവന്റെ ക്ലെയിമാണ് ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസിയാണെന്ന് ക്ലെയിം ചെയ്തിട്ട് അവനോട് ചോദിക്കും, വിശ്വാസിയാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരാളുടെ ചോദ്യമാണ്, പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? എന്നിട്ട് ഒരു ചോദ്യം കൂടെ അതിന്റെ സപ്പോർട്ടിങ് ആയിട്ട് ചോദിച്ചു, എന്താണ്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കും. എന്താണ് ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം? ആ ഉത്തരം യാക്കോബ് കൂടെ വിശദീകരിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
ഡയട്രൈബ്. എന്താണ് ഡയട്രൈബ് ചോദിക്കുകയാണ്. ഈ വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നയാൾ, അയാളെ നമ്മൾ ഇവിടെ എന്തായിട്ടാണ്, ആരായിട്ടാണ് മനസ്സിലാക്കേണ്ടത്? വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നയാളെ നമ്മൾ ആരായിട്ടാണ് യാക്കോബിന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത്? ഒരു ചിന്ത, അയാൾ രക്ഷിക്കപ്പെടാത്ത ഒരാളാണ്. ഹി മേ നോട്ട് ബി സേവ്. രക്ഷിക്കപ്പെടാത്ത ഒരാളാകാൻ സാധ്യതയുണ്ട്. കാരണം വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നു. രണ്ടാമത് ഒരു ചിന്ത, രക്ഷിക്കപ്പെട്ടതാണ് പക്ഷേ നോട്ട് പ്രാക്ടീസിങ് ഹിസ് ഫെയ്ത്ത്. വിശ്വാസം ഉണ്ട് പക്ഷേ ആ വിശ്വാസം എന്ത് ചെയ്യുന്നില്ല, പ്രായോഗികമാക്കുന്നില്ല. വേറൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട് കേട്ടോ. ആ വ്യാഖ്യാനം ഇതാണ്: വിട്ടതായിരുന്നു, ഇടയ്ക്ക് വെച്ച് രക്ഷ നഷ്ടപ്പെട്ടു പോയതാണെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാൽ, ജീവിതത്തിൽ പ്രവൃത്തി ഇല്ലാതെ വന്നപ്പോൾ രക്ഷ നഷ്ടപ്പെട്ടു പോയി. ഹി വാസ് സേവ്ഡ് ബട്ട് ലോസ്റ്റ് ഹിസ് സാൽവേഷൻ. അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഞാനത് മനഃപൂർവ്വമായിട്ട് ഇവിടെ കൊണ്ടുവരാത്തതാണ്. അത് ഒട്ടും ലോജിക്കൽ അല്ലാത്തതുകൊണ്ട്. കാരണം അത് വേദപുസ്തകം ദൈവം തന്ന രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു ബൈബിൾ ഒരു സ്ഥലത്ത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോ ഞാനിവിടെ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇതിലേതാണ് കുറച്ചും കൂടെ ഈ പശ്ചാത്തലത്തിൽ, യാക്കോബിന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ് ശരിയായ വ്യാഖ്യാനം? രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ ചിന്ത, രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ലേഖനത്തിലെല്ലാം വായിക്കുന്ന ഒരു വാക്കുണ്ട്, സഹോദരന്മാരെ. ഇത് സഹോദരന്മാരെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞു, ആ ചിന്ത തെറ്റാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതാണ് ഒരു മെയിൻ വ്യൂ. ഞാൻ എടുത്തിരിക്കുന്ന വ്യൂ രണ്ടാമത്തെ വ്യൂ. ഈ രണ്ട് വ്യൂ ആണ് മെജോറിറ്റി ഓഫ് ദേവദാസ് തിയോളജിയന്മാർ അക്സെപ്റ്റ്. ഞാനിത് എന്തുകൊണ്ടാണ്, ഇതിൽ ഏത് വ്യൂ ആണ് ശരിയെന്ന് ഞാൻ കൺവിൻസ്ഡ് ആയത് ഇത് അവസാനം വരെ പഠിച്ചപ്പോഴാണ്. നമുക്ക് ഈ വാക്യം മാത്രം വായിക്കുമ്പോൾ നമുക്ക് ഒരു സംശയം വരും. ഇത് പഠിച്ചു കഴിയുമ്പോൾ യാക്കോബ് ഇത് ആരോടാ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് ശരിയായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നത്. യാക്കോബ് ഇവിടെ ഒരിക്കലും വിശ്വസിക്കാത്ത ആളുകളോടെ അല്ല സംസാരിക്കുന്നത്. വിശ്വസിക്കാത്ത ആളുകളിൽ പ്രവൃത്തി ഉണ്ടാകണമെന്നാണ് യാക്കോബ് പറയുന്നതെങ്കിൽ അപ്പൊ പിന്നെ വിശ്വാസത്തിന് പ്രസക്തി ഉണ്ടോ? അപ്പൊ വീണ്ടും അത് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് പൗലോസിന്റെ വ്യൂവിനോട് കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു വ്യൂ ആയിട്ട് വരും. കാരണം വിശ്വസിക്കാത്ത ഒരാൾ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്, അത് അവസാന ഭാഗത്തേക്ക് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇവിടെ പൗലോസ് ആരെ കുറിച്ചാണ് പറയുന്നത്? പൗലോസ് ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസി പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ഈ വിശ്വാസത്തെ അപ്ലൈ ചെയ്യുന്നില്ല. അവന്റെ വിശ്വാസത്തെ അവൻ അപ്ലൈ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി. ആ വിശ്വാസിയെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട്. അതുകൊണ്ടാണ് അവൻ പറയുന്നത് ഒരുത്തൻ വിശ്വാസമുണ്ട്, ക്ലെയിം അതാണ്. ഈ ക്ലെയിം ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുകിൽ വിശ്വാസം ഇല്ലാതിരിക്കാം, അതും അല്ലെങ്കിൽ വിശ്വാസം ആക്റ്റീവ് അല്ലാതിരിക്കാം. ഞാൻ ആദ്യ വാക്ക് ഉപയോഗിച്ചു. നമുക്കൊന്ന് നോക്കാം. ഇവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്നത് there is a difference between professing faith and possessing faith. വിശ്വാസിയാണെന്ന് പറയുന്നവനും വിശ്വാസത്തെ പൊസസ് ചെയ്യുന്നവനും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവനും, ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്കിത് പലപ്പോഴും പെട്ടെന്ന് മനസ്സിലാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറൊരു രീതിയിൽ ഞാനൊരു വാക്ക് ഉപയോഗിക്കട്ടെ. കോടതി ഭാഷയാണ്. കോടതി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സാഹചര്യ തെളിവ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിശ്വാസിയാണെന്നുള്ളതിന് ഒരു സാഹചര്യ തെളിവ് പറയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും? പള്ളി പോകുന്നതാണോ വിശ്വാസിയാണെന്നുള്ളതിന്റെ സാഹചര്യ തെളിവ്? എന്ന് പറഞ്ഞാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ? അനേകം ആളുകളും
ഈ വിശ്വാസിയാണെന്ന് പറയും, പള്ളിയിൽ പോകും, വേണ്ടി വന്നാൽ പ്രാർത്ഥിക്കും, വേണ്ടി വന്നാൽ 4 പോയിന്റ് പ്രസംഗവും പറയും. അവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ ആരെ കുറിച്ചാണ്? ഈ വിശ്വാസം പ്രാക്ടീസിലേക്ക് വരാത്ത ആളുകളെ കുറിച്ച്. ഇന്ന് നമ്മുടെ ആത്മീക ജീവിതത്തോട് യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആർ യു പൊസസിങ് ആൻ ആക്റ്റീവ് ഫെയ്ത്ത്? സജീവമായ ഒരു വിശ്വാസത്തെയാണോ നിങ്ങൾ മുറുകെ പിടിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവ് ഒരിക്കൽ പറഞ്ഞൊരു വാക്യം, മത്തായി 7:21, കർത്താവേ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. അപ്പൊ അവൻ പറയുന്നത് എന്താ? കർത്താവേ കർത്താവേ, നാക്കു വളച്ച കർത്താവേ, സ്തോത്രം എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഇവിടെ 2 സൈഡിൽ 2 പേരെ നിർത്തുകയാണ്. ഒന്ന്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരും, 2, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. ഈ വാക്യത്തെ സാറ് പറഞ്ഞ ആ കാറ്റഗറിയിലാണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എന്താ? സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അവൻ നാവ് കൊണ്ട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നേ ഉള്ളൂ, കർത്താവുമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ അറിയുന്നില്ല എന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, വീര്യം പ്രവർത്തിച്ചു, പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നേ ഇല്ല. അത് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമില്ലാത്ത ഒരു സമൂഹത്തെ. പക്ഷെ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പറയുന്നവനും ചെയ്യുന്നവനും തമ്മിലുള്ളതായ വ്യത്യാസമാണ്. ഇവിടെ യാക്കോബ് വിശ്വാസത്താലുള്ള രക്ഷയെ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇത് രണ്ടുപേരും ശത്രുക്കളാണ്. പൗലോസ് യാക്കോബും 2 പക്ഷക്കാരാണ്. തെറ്റിദ്ധരിക്കുന്നതിന്റെ കാരണം യാക്കോബ് പറയാത്തത് യാക്കോബിന്റെ വായിൽ തിരുകുന്നത് കൊണ്ടാണ്. ഒരിക്കൽ പോലും യാക്കോബ് വിശ്വാസത്താലുള്ള നീതീകരണത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ആ വിശ്വാസത്തിന്റെ ശരിയായ സ്വഭാവത്തെ നിർവചിക്കുന്നതേയുള്ളൂ. എന്താണ് ശരിയായ വിശ്വാസമെന്ന് യാക്കോബ് നിർവചിക്കുകയാണ്. നോക്കിയാട്ടെ, അത് വിശദീകരിക്കാനായിട്ട് യാക്കോബ് ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ്. എന്താണ് ആ ഉദാഹരണം? 15-16 വാക്യങ്ങളിൽ, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? ഈ വേദഭാഗത്ത് യാക്കോബ് ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ്. എന്താ ഉദാഹരണം? ഒറ്റ വാചകത്തിൽ എല്ലാവർക്കും മനസ്സിലായി, വലിയ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് യാക്കോബ് എഴുതുമ്പോൾ അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് ഓർക്കണം. 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലെ വിശ്വാസികൾ അവരെ അഹോവൃത്തിക്ക് വകയില്ലാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലെ വിശുദ്ധന്മാർക്കുള്ള ധർമ്മശേഖരത്തെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും ഒക്കെ പറയുന്നതിന്റെ കാരണം അവർ ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. അവർക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഈ റോമൻ ഗവൺമെന്റോ അല്ലെങ്കിൽ യഹൂദ മത നേതൃത്വം ഒക്കെ പിടിച്ചെടുത്തു. അതുകൊണ്ട് അവർ ദരിദ്രരായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, അവരും ഈ സമ്പത്തൊന്നും വേണ്ട രീതിയിൽ സ്വരുക്കൂട്ടിയില്ല. അതുകൊണ്ട് അവരൊരു ദാരിദ്ര്യം അനുഭവിക്കുന്നു. ആ ദാരിദ്ര്യത്തിന്റെ നടുവിൽ യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ 5 രൂപ കയ്യിലുള്ളവൻ അവൻ ഒരു സഹവിശ്വാസിയെ കുറിച്ച്, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് പറയുകയാണ്. എന്താ പറയുന്നത്? ആ വാക്ക് ശ്രദ്ധിക്കണേ. സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഇവര് നഗ്നരെന്ന് പറയുമ്പോ ഉടുപ്പേ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. അഹോവൃത്തിക്ക് വകയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ പരമദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല എന്ന അർത്ഥത്തിലുമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സഹവിശ്വാസി ആവശ്യത്തിൽ ഇരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് യാക്കോബ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ ഒരു ആവശ്യത്തിൽ ഇരിക്കുമ്പോൾ അവനോട് നമ്മൾ നല്ല ആത്മീയ ഭാഷയിൽ സംസാരിക്കുകയാണ്.
നമുക്കൊക്കെ ഒരു ആത്മീയ ഭാഷയുണ്ട് അല്ലേ? പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ഹല്ലേലൂയ, ഗ്ലോറി. നമുക്കൊരു ആത്മീക ഭാഷയുണ്ട്, കൃപയാൽ. എല്ലാം എന്തു പറഞ്ഞാലും കൃപയാൽ, ആത്മീയ ഭാഷയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചിലര് പ്രൈസ് ദി ലോർഡ് ഒന്നും പറയുന്നില്ല. ചിലര് തമ്മി കാണുമ്പോ ഷാലോം എന്ന് പറയുന്ന ആൾക്കാർ കുറച്ചുകൂടെ അവര് സ്വയം വിചാരിക്കുന്ന കുറച്ച് മറ്റു വിശ്വാസികളെ പോലല്ല, ഷാലോം പറയുന്ന കൂടിയ വിശ്വാസികളാണ്. ആക്ച്വലി പഴയ കുറച്ചുകൂടെ പുറകോട്ട് പോയി, സാരമില്ല, അത് അവരുടെ അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞ ഈ ആത്മീയ ഭാഷയൊക്കെ പറയുന്നത് അതാണ്. ഇവിടെ സമാധാനത്തോടെ പോയി തീ കായുക, പീസ് ബി അൺടു യു, സമാധാനം വിഷ് ചെയ്യാണ്, ഗ്രീറ്റ് ചെയ്യാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ, കരുതും, പ്രാർത്ഥിക്കാം കേട്ടോ. ഇതൊക്കെ പറയുമ്പോ ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. മേ ഗോഡ് ഗോ വിത്ത് യു, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിശ്വാസം. പക്ഷേ യാക്കോബ് ഇവിടെ പറയുന്ന ഒരു കാര്യം, ദൈവം നിന്നോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന വിശ്വാസി കൂടെ പറയേണ്ടത് ഐ വിൽ ഗോ വിത്ത് യു എന്നാണ്. ദൈവം നിന്നോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യണം? ആരോടാണോ പറയുന്നത് അവന്റെ കൂടെ നമ്മളും ഉണ്ടാകണം. ഇതാണ് യാക്കോബ് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ട്രൂ ഫെയ്ത്ത് മീറ്റ്സ് ദ ക്ലിയർ ആൻഡ് പ്രസന്റ് നീഡ്സ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. യഥാർത്ഥ വിശ്വാസത്തിന്റെ ഒരു സവിശേഷത സഹവിശ്വാസികളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പോക്കറ്റ് തുറന്നു കൊടുക്കുക എന്നാണ്. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 3:17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ വായിക്കുന്നത്? എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ആ ചോദ്യം കണ്ടോ? ദൈവത്തിന്റെ സ്നേഹം ഒരുവരിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സഹോദരന്റെ ആവശ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സലിവ് കാണിക്കണം. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. ആ വാക്കിനാണ് ഇവിടുത്തെ പ്രസക്തി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രവർത്തികളിലൂടെ എന്ത് ചെയ്യാണ്? നമ്മൾ ആരുടെ പക്ഷത്തുള്ളവരാണ് എന്ന് വ്യക്തമാക്കപ്പെടുക. കർത്താവിന്റെ പക്ഷത്താണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം പ്രവർത്തികളിലൂടെ എന്ത് ചെയ്യണം? വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരണം. വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. പക്ഷേ ബട്ട് ഫെയ്ത്ത് ദാറ്റ് ജസ്റ്റിഫൈസ് ക്യാൻ നെവർ ബി alone. ജോൺ കാൽവിൻ പറഞ്ഞ ഒരു വലിയ വേദപണ്ഡിതനായിരുന്നു ജോൺ കാൽവിൻ. ജോൺ കാൽവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ പുറകെ ആരും കൂടെ ഉണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രവർത്തികളും പ്രകടമാകണം. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ഫെയ്ത്ത് ഉള്ള സമൂഹങ്ങൾ, ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇവാഞ്ചലിക്കൽ ചർച്ചുണ്ട്, പെന്തക്കോസ്റ്റ് ചർച്ചുകളുണ്ട്, ബ്രദറൻ ചർച്ചുകളൊക്കെ ഇവാഞ്ചലിക്കൽസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ജനറൽ ക്ലാസിഫിക്കേഷൻ ഇവാഞ്ചലിക്കൽസ് എപ്പോഴും പറയുന്നത് എന്താണ്? വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. അത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആതുര സേവന രംഗത്ത് പലപ്പോഴും കാണാൻ കിട്ടാറില്ല. പലപ്പോഴും മാറി വരുന്നുണ്ട്, ബെറ്ററായി വരുന്നുണ്ട്. കാരണം എന്താണ്? രക്ഷ എങ്ങനെ മാത്രമേ ഉള്ളൂ? വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ്, നല്ലതുമാണ്. പക്ഷേ ആ വിശ്വാസം എന്ത് ചെയ്യണം? പ്രവർത്തികളിലൂടെ പ്രകടമാകേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതാണ് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി അവിടെ 16-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 16-ാമത്തെ വാക്യം, യാക്കോബ് 2:16. 16.
വായിച്ചു. സമാധാനത്തോടെ പോയി തീ കായുകയും ആ വിശപ്പടക്കുകയും ചെയ്യുകയും എന്ന് പറയുന്നതല്ലാതെ ആ ഏകരക്ഷയ്ക്ക് സോറി, 17-ാം വാക്യം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാതായാൽ അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. യാക്കോബ് പറയുകയാണ്, അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാത്ത വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം എന്താണ്? സ്വതവേ നിർജീവമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ആ നിർജീവം എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് മീൻ നോൺ എക്സിസ്റ്റന്റ്, ഇല്ലാത്ത വിശ്വാസം എന്നല്ല അതുകൊണ്ട് യാക്കോബ് അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് ഇനാക്റ്റീവ് ഒരർത്ഥമാണ്. നോ ലോങ്ങർ വൈറ്റൽ എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ജീവൻ ഇല്ലാതായി. ഡോർമെന്റ്, പിന്നെ ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടങ്ങി. ഇപ്പൊ നമ്മളിങ്ങനെ പാമ്പ് ചത്തതാണോ ഇങ്ങനെ ചത്തു കിടക്കുന്ന പാമ്പിനെ ഒന്ന് കുത്തി നോക്കുമല്ലോ എന്ന് പറഞ്ഞ ഡോർമെന്റ്. പിന്നെ യൂസ്ലെസ്, പ്രയോജനമില്ലാത്തത്. ഇനോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, ഇത് വർക്കിംഗ് ഫെയ്ത്ത് അല്ല. അതാണ് ഇവിടെ യാക്കോബ് പഠിപ്പിക്കുന്ന ഒരു കാര്യം. That faith is no longer working. That faith is no longer working. ആ വിശ്വാസം എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ വർക്ക് ചെയ്യാത്തൊരു വിശ്വാസം. പണ്ട് വർക്ക് ചെയ്തതാണ്, ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. ആ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്, പക്ഷെ ഇപ്പോൾ ആ വിശ്വാസത്താൽ അല്ല ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു, പക്ഷേ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ വിശ്വാസത്തെ ഡോർമെന്റ് ആക്കി. ഈ വിശ്വാസവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും ആ ജീവിതം മുന്നോട്ട് പോകില്ല. അതൊക്കെ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോ എടുക്കാം, ഈശയിൽ വെച്ചു. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നേച്ച് ഇതെല്ലാം മാറ്റി വെച്ച് മൺഡേ ടു സാറ്റർഡേ എന്ത് ചെയ്തു, ഇത് ഡോർമെന്റ് ആക്കി, ഇനാക്റ്റീവ് ആക്കി, ഇനോപ്പറേറ്റീവ് ആക്കി. സൺഡേ രാവിലെ പിന്നെ നമ്മൾ വീണ്ടും ആത്മീയ ഭാഷ, പ്രൈസ് ദി ലോർഡും ഗ്ലോറിയും ഹല്ലേലൂയയും കൃപയും ഒക്കെ എടുത്തുകൊണ്ട് വരും. ഇതിനെയാണ് ഡെഡ് ഫെയ്ത്ത് എന്ന് ഇവിടെ യാക്കോബ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികളായ നമ്മളെല്ലാവരും നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ്, അല്ലേ? ആണോ അല്ലേ? നമ്മൾ പറയും സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. വെരി ഗുഡ്. എവിടെയെങ്കിലും നമ്മൾ കാറ് കൊണ്ട് പോകുമ്പോൾ ഒരു അനീതി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും പ്രാർത്ഥിക്കും, പ്രവർത്തിക്കൂ. ഇതാണ് ഡോർമെന്റ് ഫെയ്ത്ത്. യാക്കോബ് പറഞ്ഞ ഉദാഹരണം നമുക്ക് എളുപ്പമായി രക്ഷപ്പെടാനേ. നമ്മുടെ പള്ളി ഇപ്പൊ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് ഈ മഴയത്ത് നനഞ്ഞ് കുളിച്ച് കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് കയറി വന്നെന്ന് കരുതുക, നമ്മൾ എന്തോ ചെയ്യും? ഞാൻ വേഗം ഷൈജു ബ്രദറിനെ കണ്ണ് കാണിക്കും, ഒന്ന് ഹാൻഡിൽ കേൾക്കണേ, ബൈബിൾ ക്ലാസ്സിന് തടസ്സം വരാതെ ഒന്ന് മാനേജ് ചെയ്യണേ, ഒന്ന് കണ്ണ് കാണിക്കും. ഷൈജു ബ്രദർ വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യും, ലോഡും സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പോകാൻ നേരം നമ്മളൊരു 20 രൂപ എടുത്ത് കൊടുത്ത് സമാധാനത്തോടെ പോയി തീ കായുകയും 20 രൂപ കൊണ്ട് ഇവൻ എന്തോ ചെയ്യും? ഇവൻ ഈ രാത്രി കയറി വന്നത് കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാഞ്ഞിട്ടാണെങ്കിൽ അവനെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ വിശ്വാസം, നമ്മളെ ആ നിലയിൽ നമ്മുടെ വിശ്വാസം ആക്റ്റീവാണ്. ഇസ് ഇറ്റ് ഓപ്പറേറ്റീവ്? ഇതാണ് യാക്കോബ് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർ അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ മേടിച്ചെടുത്താലും അവൻ പിന്നെയും പറയും എനിക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ല. ഇത് വലിയൊരു ചലഞ്ചാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി. കാരണം നമ്മൾ പലപ്പോഴും പറ്റിക്കപ്പെടുകയാണ് സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ. എന്നാൽ ഇവിടെ യാക്കോബ് നമ്മുടെ ഫെയ്ത്ത് ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. രണ്ടാമതായി വേദഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ യാക്കോബ് രണ്ടാമത് ഇവിടെ പഠിപ്പിക്കുന്നത് എക്സ്പ്ലെയിനിങ് ദ നേച്ചർ ഓഫ് ജെനുവിൻ ഫെയ്ത്ത്. യഥാർത്ഥമായ വിശ്വാസത്തിന്റെ സ്വഭാവത്തെ യാക്കോബ് ഇവിടെ വിശദീകരിക്കുകയാണ്. നോക്കിയാട്ടെ, 18-ാം വാക്യത്തിൽ ഈ ഡയാട്രൈ ഇതേ സാധനം ഉപയോഗിക്കുകയാണ്.
എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവർത്തികളാൽ കാണിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടു എന്ന് എന്താ ഉറപ്പ്? രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? രക്ഷിക്കപ്പെട്ടവരോടാണ് എന്റെ ചോദ്യം. രക്ഷിക്കപ്പെട്ടവരൊന്ന് മറുപടി പറയും. രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ ഉറപ്പെന്താ? ഒരു സംശയവും വേണ്ട, കർത്താവ് പറഞ്ഞു രക്ഷിക്കപ്പെട്ടു, അതാണ് എന്റെ ഉറപ്പ്. വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ. എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ആ ദൈവിക വാഗ്ദത്തമാണ് എന്നോട് പറയുന്നത്, യു ആർ സേവ്ഡ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ ഞാൻ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ആരുടെ കൂട്ടത്തിലാണ്? നിത്യജീവൻ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ദൈവത്തിന്റെ വചനമാണ് എനിക്ക് ഉറപ്പ് തരുന്നത്. ഒത്തിരി വാക്യമുണ്ട്. എല്ലാം നമ്മളോട് പറയുന്നത് രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് താനും നമ്മോട് സാക്ഷ്യം പറയും. റോമർ 8:17. അപ്പൊ നമ്മുടെ രക്ഷയുടെ ഉറപ്പ് എവിടെയാണ്? രക്ഷയുടെ ഉറപ്പ് കിടക്കുന്നത് ദൈവവചനത്തിലാണ്. പക്ഷേ ഇവിടെ യാക്കോബ് അതിനെ തള്ളിക്കളയുന്നില്ല. ഫലം കൊണ്ടല്ല രക്ഷയെ ഉറപ്പാക്കുന്നത്. നമ്മള് ഇത്രയും പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രക്ഷയെ സംശയിക്കാനല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരിക്കും എന്ന് ചിന്തിക്കാനല്ല. നേരെ മറിച്ച് ഈ രക്ഷിക്കപ്പെട്ടതിന്റെ ഫ്രൂട്ട്, അതാണ് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. അപ്പോൾ ഒരു മുന്തിരിച്ചെടിയിൽ കായ്ക്കാത്ത കൊമ്പുകളും ഉണ്ട്, അല്ലേ? എല്ലാ കൊമ്പും ഒരുപോലെ ഒന്നും കായ്ക്കണമെന്നില്ല. ഇപ്പൊ ഇവിടെ മുറ്റത്ത് നിൽക്കുന്ന ആ നെല്ലിമരത്തെ ശ്രദ്ധിച്ചാൽ മതി. ഈ സൈഡിലുള്ള കമ്പിലെല്ലാം നെല്ലിക്ക ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങേ സൈഡിലുള്ളതിലൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ ഭാര്യ പറഞ്ഞു, ആ സൈഡിലുള്ളതൊക്കെ വഴി പോയവര് അറച്ചതാണെന്നാണ്. പക്ഷെ ഫലം ആക്റ്റീവായ കൊമ്പാണ്, പക്ഷെ അതിലെന്തില്ല? ഫ്രൂട്ട് ഇല്ല. ഇത് അംഗീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ യാക്കോബ് പറയുന്നൊരു കാര്യം, ആ കൊമ്പിന് ജീവനില്ലെന്നല്ല, പക്ഷെ ആ കൊമ്പ് എന്ത് ചെയ്യുന്നു? ഫലമില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഫെയ്ത്ത് ഈസ് ഇൻവിസിബിൾ, വർക്ക്സ് മേക്ക് ഫെയ്ത്ത് വിസിബിൾ. നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ ആ വിശ്വാസം വിസിബിൾ ആയ ഒരു കാര്യമല്ല. പക്ഷെ ആ വിശ്വാസത്തെ വിസിബിൾ ആക്കുന്നത് എന്താ? ദൃശ്യമാക്കുന്നത് എന്താണ്? നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മുടെ ഈ വെള്ളത്തിന് കളറില്ല നമ്മൾ പറയാറുണ്ട്. ഈ കളറില്ലാത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ഉജാല ഒഴിക്കുമ്പോൾ വെള്ളം വെള്ളമല്ലാതായി മാറിയോ? ഇല്ല. പക്ഷെ ആ വെള്ളത്തെ എന്ത് ചെയ്തു? വിസിബിളായി, കുറച്ചുകൂടെ വിസിബിളായിട്ട് മാറി. ഒരു ഗ്ലാസിന്റെ അറ്റം വരെ വെള്ളം നിറച്ചു ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിരിക്കുക. നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവുകയില്ല. നല്ല തെളിഞ്ഞ ഒരു ചില്ല് ഗ്ലാസ്. പക്ഷെ അതിനകത്തേക്ക് ഒരു തുള്ളി ഉജാല ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. ഇതാണ് വിശ്വാസത്തെ പ്രവർത്തികളാൽ വിസിബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. വിശ്വാസത്തെ വിസിബിൾ ആക്കണം. ഈ വിസിബിൾ ആക്കുന്ന വിശ്വാസമാണ് ഫലകരമായ വിശ്വാസമെന്ന് യാക്കോബ് ഇവിടെ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, just as a tree is known by its fruit, faith is known by its works. വിശ്വാസത്തെ പ്രവർത്തികളാലാണ് അറിയപ്പെടുന്നത്, അല്ലെ? വിശ്വാസത്തെ ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൂടെ ഈ മരങ്ങളും പഴങ്ങളും ഒക്കെ ഇങ്ങനെ കടന്നുപോയി. മാവിലുണ്ടാവുന്ന എന്താണ്? മാങ്ങ ഉണ്ടാവുന്ന ഏത് വൃക്ഷത്തിലാന്ന് വെച്ചാൽ നമ്മൾ പറയും മാവിലാണ്. തേങ്ങ ഉണ്ടാവുന്ന എവിടെയാണ്?
തെങ്ങിലാണ് അല്ലെ? ചക്ക ഉണ്ടാകുന്നത് ഇതിലാണ്, ചക്കമരം ആണോ? പ്ലാവില്. ഓക്കെ. അപ്പം ഓരോ വൃക്ഷങ്ങളും അതറിയപ്പെടുന്നത് അതിന്റെ ഫലത്തിന്റെ പേരിൽ. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റി പുറം ലോകം അറിയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉജാല നീല നിറമായിരുന്നു, അതേസമയം അതിനകത്തേക്ക് ഒരു ഗ്രീൻ കളറാണ് ഒഴിക്കുന്നതെങ്കിൽ ആ നമ്മൾ പറയും പച്ചവെള്ളം അല്ല, പച്ച നിറമുള്ള വെള്ളമാവും അല്ലേ? ആ നീല നിറമുള്ളതായിരുന്നു ഉജാല, അതിനകത്തേക്ക് പച്ചവെള്ളത്തിലേക്ക് ഉജാല ഒഴിച്ചപ്പോൾ അത് നീല നിറമുള്ള വെള്ളമായി. അപ്പൊ ആ ഒഴിക്കപ്പെട്ട വെള്ളത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? അതിന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടു വന്നു. ഇതുപോലെയാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിലെ വിശ്വാസവും പുറം ലോകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമായിട്ട് വരുന്നത്. The outward manifestation depends on the believer's response to God's will. ദൈവഹിതത്തോടുള്ള വിശ്വാസിയുടെ പ്രതികരണമാണ് നമ്മുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്നത്. അതായത് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ടു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദരിദ്രനായ ആളെ കാണുമ്പോൾ നമ്മളോട് പറയുകയാണ് അവനെ സഹായിക്കണം. അതാണ് ദൈവഹിതം. അപ്പൊ നമ്മൾ അതിനോട് പ്രതികരിക്കുകയോ ഇല്ലയോ? അപ്പൊ നമ്മൾ കർത്താവിനെ പോയിട്ട് പറയാൻ ശ്രമിക്കും, കർത്താവെ നിനക്ക് ഈ നാട്ടിലെ കഥയൊന്നും അറിയാൻ മേല, സ്വർഗത്തിലെ പോലൊന്നും അല്ല, ഇവിടെ മൊത്തം തട്ടിപ്പാ. നമ്മൾ കർത്താവിന് എന്ത് ചെയ്യും? പഠിപ്പിക്കും. ദൈവാത്മാവ് നമുക്ക് തരുന്ന ആലോചന പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസം പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പഠിപ്പിക്കാനായിട്ട് യാക്കോബ് ഒരു ഉദാഹരണം കൊണ്ടുവരുന്നുണ്ട്. ഒരു എക്സ്ട്രീം എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. 19ഉം 20ഉം വാക്യങ്ങളിൽ ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഇവിടെ പിശാചുക്കളുടെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ ഞാനിത് വായിക്കുമ്പോൾ എപ്പോഴും ഓർക്കും, മനുഷ്യന്മാരുടെ ഉദാഹരണം പോരായിരുന്നു എന്ന് ചിന്തിക്കും. പക്ഷെ യാക്കോബ് ഒരു എക്സ്ട്രീം എക്സാമ്പിൾ കൊണ്ടുവന്ന് നമ്മളോട് പറയുകയാണ്. എന്താണ് ആ എക്സ്ട്രീം എക്സാമ്പിൾ? ഇവിടെ പിശാചുക്കൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണം എടുക്കുക. കാരണം താൻ പറയുന്ന ആശയത്തെ ഏറ്റവും ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു ഉദാഹരണമായി യാക്കോബ് എടുത്തത്. പിശാചുക്കൾ എന്ത് ചെയ്യുന്നു? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചിട്ടാണ് യാക്കോബ് പറയുന്നത്. കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം ഏകനാണെന്ന് പറയുന്ന ഒരു ഡോക്ട്രിനൽ ഉപദേശപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഡോക്ട്രിനാണ്. ദൈവം ഏകനാണോ അതോ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുണ്ടോ? ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവം ഏകനാണ്, അല്ലെങ്കിൽ ത്രിയേകനാണ്. അപ്പൊ പിശാചിനോട് ചോദിച്ച പിശാച് പറയും, സത്യമോ കേട്ടോ, ദൈവം ഒരു ദൈവമേ ഉള്ളൂ. പിശാചിനും ഇതറിയാം, കൃത്യമായിട്ട് അറിയാം. വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരു വാക്കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിറയ്ക്കും പുള്ളി. അയ്യോ, ആ ദൈവം ഏകനാണെന്ന് പറയുമ്പോ പുള്ളി ഒരു വൈബ്രേഷൻ ഉണ്ട് പുള്ളിയുടെ സൗണ്ടിൽ. കുറച്ച് വൈകാരികം കൂടെയാണ് ആ ഫെയ്ത്ത്. നമ്മൾ ഇച്ചിരി വിശ്വാസത്തിൽ ഇച്ചിരി വികാരവും കൂടെ വരുമ്പോ നമ്മളങ്ങ് ഭയങ്കര അല്ലേ, എന്തൊരു വിശ്വാസമാണ് നമ്മൾ വേണമെങ്കിൽ പറയുകയും ചെയ്യും. പക്ഷെ ഇവിടെ യാക്കോബ് പറയാൻ ശ്രമിക്കുന്നത് എന്നാണെന്നറിയാവോ? അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത വാക്യത്തിലാണ് അതിനെ വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസം അവൻ പറയുന്നുണ്ട്, പക്ഷെ അവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഈ പിശാച് ഇത്രയും കൊല്ലമായിട്ട്, ഇത്രയും വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ദൈവം ഏകനാണെന്ന് പറയുകയും ചെയ്യും, വിറയ്ക്കുകയും ചെയ്യും. എന്നാ പിന്നെ മാനസാന്തരപ്പെട്ടേക്കാമെന്ന് നീ പിശാച് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു? ഇതാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഡോക്ട്രിൻ അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇങ്ങനത്തെ വിശ്വാസികളെയാണ് യാക്കോബ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. Faith that never changes, conduct is barren. അവന്റെ പ്രവൃത്തി എന്താണ്? പറയുമ്പോ ഭയങ്കര വികാരമുണ്ട്, വിറയനുണ്ട്.
ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോ എന്തൊരു വൈബ്രേഷൻ അല്ലേ? ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നൊക്കെ പറയുമ്പോ നല്ല വൈബ്രേഷനിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജീവിതത്തിലോ? ഇതാണ് യാക്കോബ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. എ പേഴ്സൺ മേ ക്ലെയിം എ ട്രീ ഈസ് alive, but if it never produces leaves or fruit, everyone knows it is dead. ഒരു മരം, ആ മരത്തിൽ മരം ജീവനുണ്ടെന്നാ പറയുന്നത്, പക്ഷെ അതിന് ഇല ഉണ്ടാകുന്നില്ല, ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എന്നാന്ന് വിളിക്കും? അപ്പൊ ക്ലെയിം അല്ല ഇവിടത്തെ കാര്യം, പിന്നെന്താണ്? അതിന്റെ ഫലമാണ് ഇവിടുത്തെ കാര്യം എന്ന് യാക്കോബ് പറയാൻ ശ്രമിക്കുകയാണ്. അതിനെ വിശദീകരിക്കുകയാണ്. എ ക്രിസ്ത്യൻ ഹു ഹാസ് സ്റ്റോപ്പ് ലിവിംഗ് ബൈ ഫെയ്ത്ത് ഡേ ബൈ ഡേ ഈസ് സിമിലർ ടു എ പേഴ്സൺ ഹു ഹാസ് എ നോൺ ഫങ്ഷനിങ് ഓർഗൻ ഇൻ ഹിസ് ബോഡി. നമ്മുടെ ശരീരത്തിലെ ഒരവയവം തളർന്നു പോയെന്ന് വിചാരിക്കുക. ഒരവയവം തളർന്നുപോയി. ഇതുപോലെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. ഈ ഒരവയവം തളർന്നു പോയാൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് അറിയാം, ചില ആൾക്കാർക്ക് ഫ്രോസൺ ഷോൾഡർ, അല്ലെങ്കിൽ ഒരു കൈ തളർന്നു പോയി. കൈയുടെ സ്ഥാനത്ത് അവിടെ ഉണ്ടല്ലേ, ആ ഷർട്ടിന്റെ അകത്ത് നോക്കിയാൽ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ കിടപ്പുണ്ട്. ആ കൈ കൊണ്ട്, ആ കൈ മറ്റേ കൈ കൊണ്ട് പിടിച്ച് ചിലരിങ്ങനെ മാറ്റി വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ നമ്മുടെ ഭാഷയിൽ മനസ്സിലാകാൻ പറ്റിയ ഒരു ഉദാഹരണമാണ് എന്താ? ക്രിസ്ത്യൻ ഹു ഹാസ് സ്റ്റോപ്പ് ലിവിംഗ് ബൈ ഫെയ്ത്ത്. ഈ കൈ പണ്ട് നന്നായിട്ട് ക്രിക്കറ്റ് കളിച്ചപ്പോ ബോൾ എറിഞ്ഞതാ. ഇപ്പൊ ഈ കൈ എന്തേ ഉള്ളൂ? ചുമ്മാ ഇങ്ങനെ കിടക്കുന്നു. ആ കൈ എന്ത് ചെയ്യുന്നില്ല? ആ ക്രിസ്തുവിന്റെ സഭയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവം എന്ന നിലയിൽ അതിപ്പോ ആക്റ്റീവ് അല്ല. അത് അറ്റാച്ച്ഡ് ആണ് ക്രിസ്തുവിന്റെ സഭയുടെ ശരീരത്തോട്, അത് ബന്ധിക്കപ്പെട്ടതാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? അതിപ്പോൾ ഓപ്പറേറ്റീവ് അല്ല, ആക്റ്റീവ് അല്ല എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. നമ്മുടെ വിശ്വാസം നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മളിപ്പോ വിശ്വാസികളായിട്ട് 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം 50 കൊല്ലം ആയവരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്താ? ഒരു മാറ്റം പറയാവൂ? മനസ്സിൽ പറഞ്ഞാൽ മതി, ഉറക്കെ പറയണ്ട. പലപ്പോഴും ഇത് വലിയൊരു വെല്ലുവിളിയാണ് ക്രിസ്തീയ ജീവിതത്തിൽ, വലിയൊരു വെല്ലുവിളിയാണ്. നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് വിറച്ചിട്ട്, ആ വാക്ക് ഞാൻ പറയട്ടെ, വിറച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത് നമ്മുടെ മക്കൾ കണ്ടില്ലെങ്കിൽ, നമ്മുടെ തലമുറകൾ കണ്ടില്ലെങ്കിൽ, നമ്മുടെ അയൽക്കാർ കണ്ടില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താത്ത നിർജീവമായ വിശ്വാസമാണ്, നിഷ്ഫലമായ വിശ്വാസമാണ്. അതാണ് യാക്കോബ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇല്ലസ്ട്രേറ്റിംഗ് ദ പ്രൂഫ് ഓഫ് ജെനുവിൻ ഫെയ്ത്ത്. യഥാർത്ഥമായ വിശ്വാസത്തെ യാക്കോബ് ഉദാഹരണ സഹിതം പഠിപ്പിക്കുകയാണ്. 2 ഉദാഹരണങ്ങളെ പഴയ നിയമത്തിൽ നിന്ന് യാക്കോബ് ഇവിടെ കൊണ്ടുവരികയാണ്. ഏതൊക്കെയാണ് 2 ഉദാഹരണങ്ങൾ? ഒന്ന് അബ്രഹാം, രണ്ടാരാണ്? രാഹാബ് എന്ന സ്ത്രീയെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ അബ്രഹാമിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ഇവിടെ അബ്രഹാമിന്റെ ഉദാഹരണമാണ് യാക്കോബ് കൊണ്ടുവരുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ പോയ സംഭവത്തെയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ. അബ്രഹാം ഇസ്ഹാക്കിനെ
അർപ്പിച്ചു എന്നുള്ളത് ആക്ഷരീകമായി എന്തുമാത്രം ശരിയാണ്. കത്തി എടുത്ത് ഓങ്ങിയപ്പോഴേക്കും ദൈവത്തിന്റെ ദൂതൻ തടഞ്ഞു, നമ്മളത് വായിക്കുന്നു. പക്ഷേ വേദപുസ്തകത്തിൽ അതിനെ കണക്കിടുന്നത് എങ്ങനെയാണ്? അർപ്പിച്ചു എന്ന് തന്നെയാണ് കണക്കിടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം അബ്രഹാമിനോട് മറുപടി പറയുമ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നു, മടിക്കായിക കൊണ്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന് അബ്രഹാം തയ്യാറായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? അബ്രഹാമിന് ഈ പ്രവൃത്തി കൊണ്ടാണോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? ഗലാത്യ ലേഖനം പഠിച്ചിട്ട് ഇത് പഠിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ റോമാലേഖനം പഠിച്ചവര് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാകും. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും നമ്മൾ പഠിച്ചു അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ഉൽപ്പത്തി 15:6 അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. പിന്നെന്താണ് ഇവിടെ അബ്രഹാം പ്രവർത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടതെന്ന് വായിക്കുന്നത്? അത് ഓർമ്മപ്പെടുത്തുന്നത് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ റിയാലിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇസ്ഹാക്കിനെ ബലി കഴിച്ചപ്പോഴല്ല, നേരെ മറിച്ച് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച അപ്പോൾ തന്നെ. റോമാലേഖനത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന ഏറ്റത് കൊണ്ടല്ല. കാരണം അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നത് വിശ്വസിച്ച് കഴിഞ്ഞ് കുറഞ്ഞത് 13 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ്. 86 വയസ്സിൽ ഇസ്മായേല് ഉണ്ടായതിനു ശേഷം എന്ന് വിചാരിക്കാം. കൃത്യം കണക്കൊന്നുമല്ല കേട്ടോ, ഒരു കണക്ക് കൂട്ടിയെടുത്തൊരു കണക്കാണ്. അപ്പൊ 13 വർഷമെങ്കിലും കഴിഞ്ഞാണ് പരിച്ഛേദന ഏറ്റത്. അപ്പൊ പരിച്ഛേദനയാലല്ല, അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ഹാക്കിനെ ബലി കഴിക്കുന്നത്. ഇസ്ഹാക്ക് വിറകുമൊക്കെ ചുമന്നു പോകാവുന്ന പ്രായമായതിനു ശേഷം. അബ്രഹാമിന്റെ നീതീകരണം, ദൈവത്തിന്റെ മുമ്പിൽ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. പക്ഷെ ഇവിടെ 22-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ നീതീകരണം എന്ന് പറയുന്നത് ദൈവം മുമ്പിൽ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ടതല്ല, അബ്രഹാമിനെ ദൈവം നീതീകരിച്ചതിനെ. നമ്മൾ പറയുമല്ലോ അത് കറക്റ്റാ, പുള്ളിയെ വേണം നീതീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നീതിമാനായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആരെ നീതിമാനാക്കണം? അബ്രഹാമിനെ. നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. അഥവാ അബ്രഹാമിന്റെ വിശ്വാസം പ്രവർത്തികളിലൂടെ പുറം ലോകത്തിന് പ്രകടമാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. His obedience did not produce salvation. His obedience proved salvation. അബ്രഹാമിന്റെ അനുസരണം രക്ഷ ഉളവാക്കുകയല്ല ചെയ്തത്. അബ്രഹാമിന്റെ അനുസരണം അബ്രഹാം രക്ഷിക്കപ്പെട്ടതാണെന്നുള്ളതിന്റെ തെളിവാണ്. വ്യത്യാസം മനസ്സിലാവുന്നു? വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്തു എന്നുള്ളതല്ല അബ്രഹാമിന്റെ പ്രത്യേകത. വിശ്വാസം ഉണ്ടാകും, വിറയ്ക്കുകയോ ഉണ്ടാവും, പക്ഷേ അതല്ല അബ്രഹാമിന്റെ രക്ഷയുടെ ഉറപ്പ്, തെളിവ്. ഉറപ്പല്ല, ഉറപ്പ് അബ്രഹാമിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ തെളിവ് അവിടെ നിന്നാണ്. പുറം ലോകത്തിന് മനസ്സിലായി ഇവൻ നീതിമാൻ. എങ്ങനെ മനസ്സിലായി? ദൈവം പറഞ്ഞത് ഒരു വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ചതിലൂടെ അബ്രഹാം തന്റെ രക്ഷയ്ക്ക് പുറം ലോകത്തോട് സാക്ഷ്യം പറയുകയാണ്. ഫെയ്ത്ത് ആൻഡ് വർക്ക്സ് വർക്ക് ടുഗദർ. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആ വിശ്വാസം പ്രവൃത്തി പദത്തിൽ വരുന്നു എന്നുള്ളതാണ്. വർക്ക് മച്ചുവർ ആൻഡ് റിവീൽ ഫെയ്ത്ത്. വിശ്വാസത്തെ എങ്ങനെ വെളിപ്പെടുത്തും? ഞാൻ വിശ്വാസിയാണ് എന്ന് നെറ്റിയിൽ ഒരു ലേബലൊക്കെ എഴുതി ഒട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും? നോ. വിശ്വാസിയാണെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ വിശ്വാസം നിന്റെ പ്രവൃത്തിയിൽ പ്രകടമാകുമ്പോൾ നിന്റെ സഹവിശ്വാസികൾ, നിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ നിന്റെ വിശ്വാസത്തെ തിരിച്ചറിയാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അടുക്കൽ ഒരാൾ വന്ന് കൈ നീട്ടുമ്പോൾ നമ്മൾ കൊടുക്കൂലാത്തതിന്റെ ഒരു കാരണമാണ് വിശ്വാസമില്ലാഞ്ഞിട്ട്. ആരെ വിശ്വാസമില്ലാഞ്ഞിട്ടാ? ആ ആളെ വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമല്ല,
ഞാനേ ഇവൻ എടുത്ത് കൊടുത്താൽ എന്റെ കയ്യിലുള്ളത് കുറഞ്ഞു പോകും. അത് ദൈവം ഫില്ല് ചെയ്യുമോ എന്നുള്ള വിശ്വാസമില്ല, പലപ്പോഴും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു 5000 രൂപ എടുത്ത് കൊടുത്താൽ, അയ്യോ എന്റെ പോക്കറ്റിൽ 5000 കുറഞ്ഞു പോയല്ലോ, അത് നിറയ്ക്കാൻ ദൈവം ശക്തനാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, കണക്ക് നോക്കാതെ കൊടുപ്പാനും കുറവുകളെ ഗണ്യമാക്കാതെ പോരാടുവാനും എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഈ കണക്ക് നോക്കാതെ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ബിക്കോസ് വി ഡോണ്ട് ബിലീവ്, അവർ ഫെയ്ത്ത് ഈസ് നോട്ട് ആക്റ്റീവ്. ഈ നല്ല ശമരിയാക്കാരന്റെ ചരിത്രം പഠിക്കുമ്പോഴേ, സംഭവം പഠിക്കുമ്പോഴേ, രണ്ടുപേർ ആദ്യമേ ആ വഴി പോയി. അവര് വന്നിച്ച് ഇവരാദ്യം പറഞ്ഞ പരിപാടിയോ, സമാധാനത്തോടെ ഇവിടെ കിടന്നോ, ആരേലും വന്ന് നിന്നെ രക്ഷിക്കും. അവര് എനിക്ക് പള്ളിയിൽ മണിയടിക്കാൻ പോകണം, എനിക്ക് പള്ളിയില് ആരാധന നടത്തണം, തിരുവത്താഴം നടത്തണം എന്നൊക്കെ പറഞ്ഞാ ഓടിപ്പോയത്. അവരുടെ പ്രയോറിറ്റി ഒരു റിലീജിയസ് പ്രയോറിറ്റി ആയിരുന്നു. Their faith was not active. ഞാൻ എപ്പോഴും ആ സ്ഥാനത്ത് എന്നെ വെക്കുകയുള്ളൂ. ഇന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി. നല്ല ശമരിയാക്കാരന്റെ ആ ലേവ്യന്റെ സ്ഥാനത്തും ആ പുരോഹിതന്റെ സ്ഥാനത്തും ഒക്കെ എന്നെ വെക്കും. ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടാൽ എന്റെ പ്രയോറിറ്റി എപ്പോഴും സമയത്ത് പള്ളിയിൽ ചെല്ലുക എന്നുള്ളതാണല്ലോ. ഞാൻ ഇന്ന് രാവിലെ കൂടെ ഇത് വായിച്ചപ്പോ അത് ധ്യാനിക്കാനായിട്ടിടയായിത്തീരുള്ളൂ. പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റി ബൈബിൾ ക്ലാസ്സിന് സമയത്ത് ചെല്ലണം, ഇവിടെ കിടക്കുന്നവനെ ആരെങ്കിലും രക്ഷിച്ചോളും. ഇതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അവർ ഫെയ്ത്ത് പലപ്പോഴും ഇനോപ്പറേറ്റീവ് ആണ്, ആക്റ്റീവ് അല്ല. നമ്മുടെ പോക്കറ്റിലേക്ക് കൈ ചെല്ലാത്തതിന്റെ കാരണം നമ്മുടെ ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം സകല തട്ടിപ്പുകാർക്ക് കാശ് എടുത്ത് കൊടുത്തോളാനൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം. പക്ഷെ ഒരു ജെനുവിനായിട്ട് ഒരാളുടെ ആവശ്യത്തോട് നമ്മൾ പ്രതികരിക്കാത്തതിന്റെ കാരണം നമ്മുടെ വിശ്വാസം ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. റിയൽ ഫെയ്ത്ത് ട്രസ്റ്റ് ഗോഡ് ഈവൻ വെൻ ഒബീഡിയൻസ് ഈസ് കോസ്റ്റ്ലി. അനുസരിക്കുന്നത് ചെലവുള്ള കാര്യമാണെങ്കിലും അനുസരിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഈ വിശ്വാസത്തിന് വേണ്ടി ഒരു ചുവടെടുത്ത് വെക്കാത്തതിന്റെ കാരണം എന്താ? ഒരാള് തെറ്റായ ഉപദേശം പഠിപ്പിക്കുകയാണ്, അയാളോട് മുഖത്ത് നോക്കി നിങ്ങൾ പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തിന്റെ കാര്യമല്ല എന്ന് പറയാൻ നമുക്ക് പറ്റാത്തത് എന്താ? അങ്ങനെ പറഞ്ഞാൽ എന്റെ ഇമേജ്, അവരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാൽ മോശമല്ലേ? ഇത് കോസ്റ്റ്ലി ആണ്. ഫെയ്ത്ത് ലിവിങ് ഈസ് കോസ്റ്റ്ലി. എന്നോർത്തോണ്ട് പോണ എല്ലാ സ്ഥലത്തും പോയി വഴക്കുണ്ടാക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ചില ആൾക്കാരും ഉണ്ട്. ഒരു വരി പറഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് വെച്ചാൽ അത് അങ്ങനല്ല, അടുത്ത വരി പറഞ്ഞു ഇത് ഇങ്ങനല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വഴക്കുണ്ടാക്കണമെന്നും അല്ല. പക്ഷേ നമ്മുടെ ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. തെറ്റായ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? അവസാനം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ആ 22-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. ആരാ അവിടെ ആ നീ? ആ നീ ആരാ? ഡയാട്രൈബ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഡയാട്രൈബ് ഹൈപ്പോത്തറ്റിക്കൽ ഒപ്പോസർ. യാക്കോബ് ഭാവനയിൽ ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ മറുപടി പറയുകയല്ലേ, ആ ആളെയാണ് നീ ഇന്ന് യാക്കോബോടെ പറയുന്നത്. ഇത് മനസ്സിലാകണമെങ്കിൽ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നുള്ളൊരു വാക്യം വരുന്നു. അത് മാറി, അത് വായനക്കാരൻ. ഓക്കെ, ഞാൻ ആ ലിറ്റററി ടൂൾ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസിയാണ്, പക്ഷേ ആ വിശ്വാസത്താൽ ജീവിക്കാത്ത ഒരു സാഹചര്യം. അതാണ് അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്ന്. യാക്കോബ് ഒരിക്കലും വിശ്വാസത്തെ മാറ്റി നിർത്തിയിട്ടല്ല ഇവിടെ പ്രവൃത്തിയെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല. വിശ്വാസത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പ്രവൃത്തി കൊണ്ടുവരികയല്ല, വിശ്വാസത്തോട് കൂടെ എന്ത് ചെയ്യാണ്? പ്രവൃത്തിയോട് കൂടെ എന്താണ് അവിടെ വ്യാപരിക്കുന്നത്? അഥവാ പ്രവൃത്തിയുടെ പുറകിലുള്ള മോട്ടിവേഷൻ എന്താണ്? വിശ്വാസമാണ്. നമ്മള് രണ്ട് രീതിയിൽ ഈ പോക്കറ്റ് തുറക്കും. എപ്പോഴാ? 10 വെച്ചാൽ 100 കിട്ടുമെങ്കിൽ നമ്മൾ പോക്കറ്റ് തുറക്കും, ഇല്ലേ? അനേകം ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത്. 10 വെച്ചാൽ 100 കിട്ടും, എന്നാ പിന്നെ 10 വെച്ചേക്കാം. അങ്ങനെ കൊടുക്കുന്നത് വിശ്വാസത്താലാണോ? അത് വിശ്വാസമാണോ?
10 വെച്ചാൽ 100 കിട്ടുമെന്നൊരു വിശ്വാസം വേണ്ടേ? പക്ഷെ അതൊരു ചൂതുകളി പോലെ ആ കണക്ക് കൂട്ടരുത് അല്ലേ? അതാണ് അതിനകത്തൊരു കുഴപ്പം. അതായത് ഈ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. കൊടുത്താൽ എനിക്ക് ദൈവം ഒരു നന്മയ്ക്ക് കുറവ് വരുത്തില്ല എന്ന വിശ്വാസമാണ് ശരിയായ വിശ്വാസം. ഞാനൊരു 100 രൂപ ഒരാളെ സഹായിക്കാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ കുറയുമായിരിക്കും. പക്ഷെ ആ 100 രൂപ കുറഞ്ഞത് കൊണ്ട് എനിക്കൊരു ദോഷവും വരില്ല, എനിക്കൊരു ദോഷവും വരാൻ ദൈവം അനുവദിക്കില്ല എന്ന വിശ്വാസമായിരിക്കണം നമ്മളെ. ഇനി അഥവാ ഒരു കുറവ് വന്നാലും അതിനെ നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ, നമ്മുടെ ആ സൽപ്രവർത്തികൾ നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യം പറയാനായിട്ട് ഇടയായി തീരും. Continued obedient faith, not just initial saving faith, is what makes a person God's intimate friend. ആ 23-ാം വാക്യത്തിൽ പറയുന്ന ആ വാക്ക് വളരെ ടച്ചിങ് ആയ ഒരു വാക്കാണ് അല്ലെ? അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. കേട്ടോ, യാക്കോബ് പൗലോസ് കോട്ട് ചെയ്ത അതേ വാക്യത്തെ കോട്ട് ചെയ്തോണ്ട് ഈ കാര്യം പറഞ്ഞത്. അതായത് വിശ്വാസത്താലുള്ള നീതീകരണത്തെ തള്ളിക്കളഞ്ഞിട്ടല്ല, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുകയാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങളാണ്. നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. എങ്ങനാ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചത്? അവന്റെ വിശ്വാസത്തെ പ്രവർത്തികളിലൂടെ കാണിച്ചപ്പോൾ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അബ്രഹാമിനോട് കുറെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു, നീ നിന്റെ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. അതനുസരിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവനെ വിളിച്ച പേരാണ് സ്നേഹിതൻ. നമ്മളോടൊരു ചോദ്യം, നമുക്ക് ആ ഒരു സ്നേഹിതൻ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ ദൈവത്തോടുള്ളത്? ഇന്നലെ ഞാനിവിടെ ഇന്റിമസിയെ കുറിച്ച് പറഞ്ഞു. ദൈവത്തിന്റെ യേശുവിന്റെ ശിഷ്യന്മാരുടെ പല തട്ടുകളെ കുറിച്ച്. 120 ശിഷ്യന്മാര്, 70 ശിഷ്യന്മാര്, 12 ശിഷ്യന്മാര്, അതിൽ തന്നെ 3 പേര്, അതിൽ തന്നെ യേശുവിന്റെ മാറിൽ ചാരിയിരിക്കുന്ന യോഹന്നാൻ. പല ലെവൽസ് ഓഫ് ഇന്റിമസിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് കർത്താവിനോട് ഈ ഇന്റിമസി വളരുന്നത് എങ്ങനെ? കർത്താവ് പറയുന്ന ഒന്നും അനുസരിക്കാതെ, കർത്താവിന്റെ ഇഷ്ടം ഒന്നും ചെയ്യാതെ കർത്താവിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിക്കാൻ പറ്റും. ഇഫ് യു വാണ്ട് ടു ബി എ ഫ്രണ്ട് ഓഫ് ജീസസ്, എന്ത് ചെയ്യണം? 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് പോകാനായിട്ട് കഴിയില്ല. ഒരു വാക്യം വായിച്ചേ, 2 ദിനവൃത്താന്തം 20:7 അബ്രഹാമിനെ നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 41:8 പറയുന്നുണ്ട്, യാക്കോബെ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കുന്നു. അപ്പോൾ ദൈവം അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ് അഡ്രസ് ചെയ്തത്. യോഹന്നാൻ 15:14 യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. ആരാണ് ദൈവത്തിന്റെ സ്നേഹിതന്മാർ? നോട്ട് ഓൺലി ദോസ് ഹു ക്ലെയിം they have faith, വിശ്വാസമുണ്ടെന്ന് പറയുന്നവരല്ല, but those who obey, those who do his will, അവന്റെ ഇഷ്ടം ചെയ്യുന്നവർ, അവനെ അനുസരിക്കുന്നവരാണ്. നാം ദൈവത്തെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നത് ചെയ്യുന്നതിലൂടെ നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടും. അവസാനമായി 24, 25, 26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അവിടെ രാഹാബിന്റെ വിശ്വാസത്തെ കുറിച്ച് കാണുന്നുണ്ട്. ഇത് വേറൊരു ഉദാഹരണമാണ്. അബ്രഹാമിന്റെ ഉദാഹരണം കഴിഞ്ഞിട്ട് യാക്കോബ് കൊണ്ടുവരുന്നത് അതർ എക്സ്ട്രീമിൽ നിൽക്കുന്ന വേറൊരാളുടെ ഉദാഹരണമാണ്. ആരാ? രാഹാബ്. ഈ അബ്രഹാമിനെ രാഹാബിനെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. 2 അറ്റത്ത 2 പേരും, അബ്രഹാമും രാഹാബും. ഈ നിങ്ങള് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് ഈ രാഹാബിനെ കുറിച്ച് വായിക്കുന്നത്. രാഹാബ് ദൈവത്തിൽ ആദ്യം വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ ഒറ്റുകാര് വന്നപ്പോ രാഹാബ് അവരെ സംരക്ഷിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വന്ന വഴിക്ക്
പല രാജാക്കന്മാരെയും ഒക്കെ സംഹരിച്ചത് കേട്ട് ഞങ്ങളുടെ ഉള്ളം ഉരുകി. ചിലരൊക്കെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഈ എരീഹോ കോട്ടയിലുള്ള പലരുടെ ഉള്ളം ഉരുകിയിട്ടുണ്ട്. പക്ഷെ പ്രവൃത്തി പദത്തിൽ ആ മാറ്റം വന്ന ഒരാൾ രാഹാബ്. അതുകൊണ്ടാണ് രാഹാബ് ഈ ഒറ്റുകാരെ തന്റെ ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ രാഹാബിന്റെ ആ പ്രവൃത്തിയെ ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ 25-ാം വാക്യം, അവണ് രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറെ വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. അപ്പൊ രാഹാബിന്റെ ആ പ്രവൃത്തി എന്ത് ചെയ്തു? അവളുടെ വിശ്വാസത്തെ, അതുകൊണ്ടാണ് അവള് പിന്നീട് ആരുടെ കൂട്ടത്തിൽ വന്നു? ഇസ്രായേൽക്കാരുടെ വംശാവലിയിലൊക്കെ എണ്ണപ്പെട്ടു. അങ്ങനെ വരാൻ കാരണം എന്താണ്? അവളുടെ ഉള്ളിലെ വിശ്വാസത്തെ അവൾ എന്ത് ചെയ്തു? ധൈര്യത്തോടെ പ്രകടിപ്പിച്ചു. നമ്മുടെ വിശ്വാസം ധൈര്യത്തോടെ പ്രകടിപ്പിച്ചില്ലെങ്കിലേ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ഒറ്റുകാര് വരുമ്പോ അവര് രാഹാബിനെ കൂടി എന്ത് ചെയ്തേനെ? കൊല്ലുകയുള്ളൂ. എരീഹോക്കാരെ കൊന്നൊടുക്കുന്ന കൂട്ടത്തിൽ രാഹാബും കൊല്ലപ്പെടുകയുള്ളൂ. അപ്പൊ വിശ്വാസം എന്ത് ചെയ്തേ പറ്റൂ? പ്രവർത്തികളാൽ തെളിയിക്കപ്പെടണം. ഞാൻ 2-3 ഉദാഹരണം ഒരു കമ്പയർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. അബ്രഹാം എന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. രാഹാബോ യോശുവയുടെ പുസ്തകത്തിലും യാക്കോബിന്റെ ലേഖനത്തിലും മാത്രം പരാമർശിക്കപ്പെട്ട ഒരാള്. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നയാളാണ്. രാഹാബോ ഒരു അന്യ നാട്ടുകാരിയാണ്, അന്യ ജാതിക്കാരിയാണ്. അബ്രഹാം പുരുഷനാണ്. ബൈബിൾ ചരിത്രത്തിലൊക്കെ പുരുഷന്മാർക്ക് വലിയ പ്രാധാന്യവും സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവുമാണ്. പക്ഷെ ഈ 2 എക്സ്ട്രീമിനെ എടുത്തു വെച്ചിട്ടാണ് യാക്കോബ് പറയുന്നത് വിശ്വാസവും പ്രവർത്തികളും തമ്മിൽ എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ അവന്റെ വിശ്വാസത്തെ പ്രവർത്തികളിലൂടെ എങ്ങനെ അവൻ തെളിയിച്ചോ, അതുപോലെ തന്നെയാണ് ഈ മൂലയെ കിടക്കുന്ന രാഹാബിന്റെ ഒരു ചെറിയ പ്രവൃത്തി അവരുടെ വിശ്വാസത്തിന്റെ തെളിവായിട്ട് മാറിയത്. ജീവനില്ലാത്ത വിശ്വാസവും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, എക്സാമിന് അവസ്ഥ നമ്മുടെ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു വിശ്വാസമാണോ നമുക്കുള്ളത്? The person with dead faith has saving faith, but he is not living by faith now. അവനിൽ രക്ഷിക്കുന്ന വിശ്വാസം അവന്റെ ഉള്ളിലുണ്ട്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നില്ല? ആ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ആ വിശ്വാസം ഇന്ന് എന്ത് ചെയ്യുന്നില്ല? ആ വിശ്വാസം പ്രകടമാകുന്ന തലത്തിൽ, ഫലകരമാകുന്ന വിധത്തിൽ പെരുമാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ചില പ്രായോഗികമായ ലെസൺസ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, സമയം മുന്നോട്ട് പോയി. 1, ജെനുവിൻ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് വിസിബിൾ ചേഞ്ച്. 2, കമ്പാഷൻ ഈസ് എവിഡൻസ് ഓഫ് ഫെയ്ത്ത്. നമ്മുടെ മനസ്സലിവ് രക്ഷിക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു തെളിവാണ്. 3, കറക്റ്റ് ഡോക്ട്രിൻ എലോൺ ഡസ് നോട്ട് സേവ്. എന്ന് പറഞ്ഞാൽ ഈ സഭകളിലൊക്കെ നവീകരണം ഉണ്ടല്ലോ. അപ്പൊ ഈ നവീകരിക്കപ്പെട്ട സഭയിൽ അംഗമാകുന്നതോടുകൂടെ നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ആരും വിചാരിക്കരുത്. അങ്ങനെ വലിയ അപകടമുണ്ട്. നവീകരണം സംഭവിച്ച സഭകളിൽ മെമ്പർ ആയതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതല്ല. ഇവാഞ്ചലിക്കൽ സഭയില് ഒരു നവീകരിക്കപ്പെട്ട സഭയാണ്. പക്ഷെ ഇവാഞ്ചലിക്കൽ സഭയിൽ മെമ്പറാന്ന് ഓർത്തുകൊണ്ട് ആർക്കും ഇവിടുത്തെ ഒരു പ്രോമിസറി നോട്ടും തന്നു വിടുന്നില്ല. നിങ്ങൾ ജനവിധം കാണിച്ചാൽ മതി. ഡോക്ട്രിൻ കറക്റ്റ് ആയിരിക്കാം, പക്ഷെ അത് നമ്മുടെ വിശ്വാസത്തെ വീണ്ടും ശോധന ചെയ്യാനായിട്ടില്ല. അതുകൊണ്ടാണ് പിശാചുക്കൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്തില്ല? അവരിൽ വിശ്വാസം പ്രായോഗികമായിട്ടില്ല. ഫെയ്ത്ത് ആൻഡ് വർക്ക്സ് ആർ ഫ്രണ്ട്സ്, നോട്ട് എനിമീസ്. ഡെഡ് ഫെയ്ത്ത് ടോക്സ്. ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. ഡെഡ് ഫെയ്ത്ത് ടോക്സ്, ലിവിംഗ് ഫെയ്ത്ത് ആക്ട്സ്. Dead faith knows facts, living faith trusts Christ. Dead faith remains unchanged,
ലിവിങ് ഫെയ്ത്ത് പ്രൊഡ്യൂസേഴ്സ് ഒബീഡിയൻസ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദിക്കാം, നമ്മുടെ വിശ്വാസം സജീവമായ വിശ്വാസമാണോ? നമ്മുടെ വിശ്വാസം സംസാരിക്കുന്നുണ്ടോ, ഇടപെടുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം കുറെ അറിവ് മാത്രമാണോ, ഉപദേശങ്ങളെ കുറിച്ചുള്ള അറിവ് മാത്രമാണോ, അതോ ക്രിസ്തുവിൽ യഥാർത്ഥമായി ആശ്രയിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം ഇങ്ങനെ നിശ്ചല വെള്ളം പോലെ കിടക്കുകയാണോ, അതോ അത് പ്രവൃത്തി പദത്തിൽ അനുസരിക്കാൻ, ദൈവഹിതം ഏറ്റെടുക്കാൻ തക്കവണ്ണം അത് ആക്റ്റീവാണ്? ചിലർ വിചാരിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ പോകുമല്ലോ, അതിനുള്ള വിശ്വാസമൊക്കെ മതി എന്നാണ്. ആ വിശ്വാസത്തെ ഈ വേദഭാഗത്ത് വിളിച്ചത് നിർജീവ വിശ്വാസമെന്നും നിഷ്ഫല വിശ്വാസമെന്നും ഒക്കെയാണ്. നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് വിലയിരുത്താം, ശോധന ചെയ്യാം. കണ്ണുകളെ അടച്ചാട്ടെ, ദൈവസന്നിധിയിൽ ശിരസ്സുകളെ നമിച്ച് ഒരു നിമിഷം എല്ലാവരും സ്വയശോധനയ്ക്കായിട്ട് ഈ സമയം എടുക്കാം. എന്റെ വിചാരം നമ്മളോട് എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. നമ്മൾ പലപ്പോഴും ക്ലെയിം ചെയ്യുന്ന ഒരു വിശ്വാസത്തിന്റെ ക്വാളിറ്റി നമ്മുടെ പ്രവൃത്തിയിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ വിശ്വാസത്തെ ഇൻഎഫക്റ്റീവ്, ഇൻഓപ്പറേറ്റീവ്, ഇനാക്റ്റീവ്, ഡോർമന്റ് എന്നൊക്കെയാണ് വിളിച്ചത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഐ വാണ്ട് ടു ബി ഫ്രൂട്ട്ഫുൾ. കർത്താവെ, ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവരാജ്യത്തിന് പ്രയോജനകരമായ, ദൈവനാമത്തിന് മഹത്വം കരേറ്റുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിനായിട്ട് സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എന്നെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ വിശ്വാസം എന്റെ കുഞ്ഞുങ്ങൾ കാണട്ടെ. എന്റെ വിശ്വാസം എന്റെ അയൽക്കാർ കാണത്തക്കവണ്ണം, എന്റെ വിശ്വാസം പ്രവൃത്തി പദത്തിൽ എന്റെ സഹവിശ്വാസികൾ കാണത്തക്കവണ്ണം ഫലകരമായി തീരുവാൻ അപ്പാ ഇടയാക്കണമേ എന്ന് ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.